ഗൈസ് ഞാനൊരു കാര്യം പറയാം. മസ്താനിയുടെ സീക്രട്ട് കാര്യം പറയട്ടെ. എന്താ മറ്റേ കാര്യം നമ്മള് മസ്താനിയുടെ ഒരു കാര്യം പറയാൻ വേണ്ടി പോവാണ്. കരയാണ് മസ്താനി. വീട്ടിൽ പോകുമ്പോ എന്നെ പിടിച്ചു നിർത്തി. നീ വീട്ടിൽ പോകണ്ട, നീ ഇനി വീട്ടിൽ പോകണ്ട എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി അനുമോൾ. ബിഗ് ബോസ് വിന്നർ സീസൺ. നീ വീട്ടിൽ പോയിട്ട് എന്താ കാര്യം? അങ്ങനെ ഞങ്ങൾ പർച്ചേസിങ് കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ ഇത് ഇടോടി കാണിച്ചരാം. ഒട്ടും വെയിലുള്ള വയ്യാത്ത ആളാണ്. നീ ഈ വീഡിയോ ഒന്നും ഇടൂല. നീ ഇതിന് മുന്നും ബ്ലോഗ് എടുത്ത് ഞാൻ ഇട്ടു ഗൈസ്. ഞാൻ ഇട്ടില്ല, ആരും കണ്ടില്ല. കണ്ടു. അതിൽ ഏറ്റവും കൂടുതൽ റീച്ച് ഉള്ളത് ആ വീഡിയോ ആണാ? ഗൈസ് ഞാനൊരു കാര്യം പറയാം. മസ്താനിയുടെ സീക്രട്ട് കാര്യം പറയട്ടെ. എന്താ മറ്റേ കാര്യം നമ്മള് മസ്താനിയുടെ ഒരു കാര്യം പറയാൻ വേണ്ടി പോവാണ്. കരയാണ് മസ്താനി. പറയട്ടെ. റെഡി 1 2 3. ആദ്യം സ്റ്റാർട്ടിങ് ഗൂസ് വിന്നർ ഫോൺ മറന്നു വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അത് വലിയ സംഭവമാണ്. ഐഫോൺ 17 Pro Max ഒക്കെ കടയിൽ മറന്നു വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. 30 Pro Max ആണ് മറന്നു വെച്ചത്. ഇല്ല, 17 Pro Max. 17 Pro Max കൊടുത്തിട്ട് പ്രശ്നമുണ്ട്. സോ നമ്മൾ ഫോറം മാളില് നോമ്പ് തുറക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കൂടെ പ്രവീൺ ആൻഡ് ബിഗ് ബോസ് മലയാളം സീസൺ 7 വിന്നർ അനുമോൾ. സ്റ്റേറ്റ് അവാർഡ് വിന്നർ. അതെ, പുതിയ ഇനോഗ്രേഷന്റെ ഡിസ്കഷനിലാണ്. അത് ചെയ്യാലേ, ബിസി ആൾക്കാർ. എനിക്ക് വേണ്ടി നോമ്പ് പിടിച്ച് കഷ്ടപ്പെട്ട് വന്നിരിക്കുന്നതാണ്. അത് നിങ്ങൾ മാനിക്കണം. അതെ, പ്രവീണൊക്കെ ക്ഷീണമായി. പക്ഷെ അനുമോൾ ഫുൾ എനർജിയാണ്. ഇവിടെ നോമ്പ് തുറ വിഭവങ്ങൾ വന്നു. നോമ്പ് തുറക്കാൻ എക്സൈറ്റഡ് ആണോ അനുമോൾ? അല്ലേ, തുറക്കണ്ടേ? എനിക്ക് അയ്യോ അങ്ങനല്ല. എനിക്ക് പക്ഷെ വിശക്കുന്നില്ല. എനിക്ക് ഞാൻ കഴിച്ചോളാം. നോമ്പ് തുറക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ആ രാവിലത്തെ വിശപ്പേ ഉള്ളൂ. പിന്നെ അതെ, അപ്പോ നമുക്ക് നോക്കാം. എന്താ പറയാനുള്ള ഫസ്റ്റ് നോമ്പിനെ കുറിച്ച് അനുവിന്? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. സന്തോഷം, നോമ്പ് എടുക്കാൻ പറ്റിയ സന്തോഷം. പിന്നെ അതുകൂടാതെ തന്നെ എല്ലാരും നോമ്പ് എടുക്കണം എന്നാണ് ഞാൻ പറയണത്. അല്ലേ, ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല ഒരിക്കലും. എനിക്കൊരു എന്താ പറയണ്ടേ, ഒന്നും തോന്നുന്നില്ല. ഭയങ്കര ഒരു കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് തോന്നി. അനുമോൾക്ക് വലിയ തളർച്ചയില്ല, പക്ഷെ പ്രവീണിന് തളർച്ച അല്ലെങ്കിൽ പ്രവീൺ പറയൂ, എങ്ങനെയുണ്ട് നോമ്പെടുത്ത എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ഞാനൊരു 15 നോമ്പ് എടുത്തിട്ടുണ്ട്. ചട്ടി നോമ്പല്ല, അല്ലാത്ത ഒറിജിനൽ നോമ്പ്. കൊള്ളാം, കുഴപ്പമില്ല. പക്ഷെ ഇന്ന് ഇത്തിരി ടയർഡായിരുന്നു, എന്നാലും സൂപ്പർ. മസ്താനിയോടുള്ള നോമ്പാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ നോമ്പല്ല, ഇത് മസ്താനിയുടെ അനുമോളുടെ കൂടെ ഉള്ള നോമ്പെടുപ്പ്. അനുമോളുടെ ബ്ലോഗ് ഞാൻ ടേക്ക് ഓവർ ചെയ്തേക്കാണ്. മസ്താനിയോട് ഭാഷ. ഇതെന്താ? ഇതാണ് ഇതിന്റെ പേരെന്തോടി? ഫിഷ് നിർവാൺ. ഇതാണ് ഫിഷ് നിർവാൺ. ഞാൻ മൈൻഡ് പേരിട്ട് ബ്ലോഗ് തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞമ്മന്റെ നോമ്പ് തുറ കഴിഞ്ഞു. ഞമ്മൽ നോമ്പ് തുറന്നു. നമ്മൾ ഞങ്ങളും കഴിച്ചു. ഞമ്മ കഴിച്ചു. എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഞമ്മായിരുന്നു. ഇനി ഒരു 8 ഞം കൂടി 8 നോമ്പും കൂടി ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ 8 നോമ്പും ഞാൻ ഇനി പിടിക്കാൻ പോവാണ്. മസ്താനിയുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. ഇവൻ നോമ്പ് എടുത്തതൊക്കെ പറയുന്നുണ്ട്, പക്ഷെ കള്ളമാണ് പറയുന്നത്. ബൈ.